എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവം അരങ്ങേറുകയാണ്. അബ്രഹാമിനെ കുറിച്ചും ഒക്കെ വായിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞ് പ്രയാണം ആരംഭിക്കുകയാണ്. ആ പ്രയാണം വിശ്വാസത്താൽ അങ്ങ് ചുവടുകൾ വയ്ക്കുക. ദൈവം എവിടെയാണോ എത്തിക്കുന്നത് അവിടേക്ക് പോകാൻ ദൈവം പറയുന്നിടത്തൂടെ അങ്ങ് യാത്ര ചെയ്യുകയാണ്. ഇത് അബ്രഹാമിൻ്റെ മാത്രമല്ല, ദൈവത്താൽ വിളിക്കപ്പെട്ട ക്രിസ്തു ഭക്തരുടെ, ദൈവഭക്തരുടെ എല്ലാം അനുഭവമാണ്. അതിന് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ വിശ്വാസ ജീവിതം എന്നാണ് അതിന് കൊടുക്കാൻ പറ്റുന്ന ടൈറ്റിൽ. ദൈവദാസനായ ബഹുമാനപ്പെട്ട എം.ഇ. ചെറിയാൻ സാർ എഴുതിയ അനുഗ്രഹീതമായ ഒരു ഗാനം മതി ആ വിശ്വാസ ജീവിതത്തിൻ്റെ മനോഹരമായ ഏടുകൾ, അതിൻ്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കാൻ. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അങ്ങനെ ഈ മാത്തുക്കുട്ടി സാറിൻ്റെ ഈ ഭവനത്തിൽ ഞാൻ താമസിച്ചു വരവേ ഒരു ദിവസം വളരെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ദിവസവും കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എൻ്റെ മകളും മരുമകനും കണ്ടമ്പേരൂരാണ്, റാന്നിക്കടുത്ത് കണ്ടൻപേരൂരാണ്. അവരൊരു പുതിയ വീടും സ്ഥലവും കൂടെ വാങ്ങിച്ച് അങ്ങോട്ട് മാറുകയാണ്. ഇപ്പോൾ താമസിക്കുന്ന വീട് കാലിയാവുകയാണ്. സാറിന് താല്പര്യമുണ്ടോ? അങ്ങോട്ട് മാറി താമസിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, ഇത് പൊടുന്നനെ എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുക? ഞാൻ എല്ലാ കാര്യങ്ങളിലും ഈ സമൂഹത്തിൽ വന്നതിന് ശേഷം ആലോചന ചോദിക്കുക ആദരണീയനായ കൃഷ്ണൻകുട്ടിച്ചാനോട് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ, ഇങ്ങനെ മാത്തുക്കുട്ടി സാർ ഒരു സജഷൻ പറഞ്ഞു, എന്താണ് അങ്ങയുടെ അഭിപ്രായം? അപ്പോൾ എന്നെ അവിടെ നിന്ന് വിടാൻ അദ്ദേഹത്തിന് മനസ്സില്ല. ആദ്യം അദ്ദേഹം എതിർത്തു, നന്നായിട്ട് എതിർത്തു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഞാൻ ആ വീട്ടിൽ ചെന്നാൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. കുറേ നേരം ഒന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊരു പക്ഷെങ്കിൽ ദൈവം ഒരുക്കുന്ന ഒരു വഴിയാവും.